അനുഗ്രഹീതമായ ഈ മെയ് മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയായി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലവും ദൈവം നമ്മെ അതിശയകരമായി അത്ഭുതകരമായി നമ്മെ വഴി നടത്തി. നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനങ്ങളെ ദൈവം കാത്തു പരിപാലിക്കുന്ന തങ്ങൾക്കായി തുതിക്കുന്നു. ലോകം മുഴുവനും പകർച്ചവ്യാധികളുടെ അവൻ മഹാമാരി പോലെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും കൃപയും ഞങ്ങളുടെ ജനത്തിന്മേൽ പകരുവാനും ദൈവിക ആശ്വാസവും വിടുതലും ദൈവം നൽകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ, അതിനുവേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ സർക്കാർ, ഭരണാധികാരികൾ, പോലീസ് ഓഫീസർമാർ, ഹല്ലേലൂയ, മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാം ഓർത്ത് നാം നിരന്തരം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണല്ലോ. ദൈവം ആ പ്രാർത്ഥനകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര വേഗം നമുക്ക് സമയമായി ഒരുമിച്ച് കൂടി ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തോടുള്ള വലിയ കൂട്ടായ്മയിലേക്ക് കടന്നിരുവാൻ, അവയെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുവാൻ ദൈവം കൃപ ചെയ്തതിനായി നമുക്ക് ദൈവത്തോട് വീണ്ടും വീണ്ടും നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരായി നാം മാറുക. ദൈവം നമ്മെ ഇങ്ങോട്ട് ഇന്ന് കാര്യത്തിലേക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വാക്യം വേഗമൊന്നോ വായിച്ച് നമ്മെ സഹായി ദൈവത്തെ സ്തുതിച്ചു നമുക്ക് മഹത്വപ്പെടുത്താം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 4 മുതലുള്ള ചില വചനങ്ങളാണ്. ആരും അവരെ കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്തിന് വളമായി കിടക്കും. വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞുപോകും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായി തീരും. ഇവിടെ കാണുവാൻ കഴിയുന്ന യിരെമ്യാ പ്രവാചകനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനും ജനനത്തിനും 746 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിൽ കൂടെ ദൈവം സംസാരിച്ച ഒരു സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു ശീർഷമാണ് ഇവിടെ കേൾക്കുവാൻ 16-ാം അധ്യായം കാണുവാൻ കഴിയുന്നത്. ഈ 16-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ പ്രചോദനത്തെ കാലഘട്ടത്തെ കുറിച്ചുള്ള അനുഭവങ്ങളെ കൂടുതലായി പഠിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. യിരെമ്യാ പ്രവാചകൻ വലിയ പ്രവാചകനിൽ ഒരാള്, അത് പുരോഹിത വംശത്തിൽപ്പെട്ട ഒരാളാണ് യിരെമ്യാ പ്രവാചകൻ എന്ന് ചരിത്രകാരന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിൽ, ദൈവനിയോഗത്തിൽ, ദൈവത്തിന്റെ ശബ്ദമായി പ്രതിധ്വനിച്ച ഒരു സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ് പ്രവാചകന്റെ 4 മുതലുള്ള ചില വചനങ്ങൾ. നമ്മുടെ ഹൃദയത്തിൽ ഈ കാലഘട്ടത്തേക്കുള്ള ദൂതുകൾ കാണുവാൻ കഴിയുന്നത്. യിരെമ്യാ പ്രവാചകൻ ക്രിസ്തുവിനും 740 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് പ്രവചിച്ചെഴുതുവാൻ പറഞ്ഞു, ലോകത്തോട് അറിയിക്കുവാൻ പറഞ്ഞ ഒരു വലിയ സന്ദേശം. പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവചിക്കുമ്പോൾ ഈ ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടോ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുമായി ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിലാണ് ദൈവാത്മാവ് പ്രവാചകന്മാരിലൂടെ വിളിച്ചു പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ, അത് സംഭവിക്കാൻ പോകുന്നതാണോ എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിച്ചു പോകാറുണ്ട്. കർത്താവായ യേശുവിന്റെ ജനനത്തെയും മരണത്തെയും കുറിച്ചൊക്കെ സങ്കീർത്തനത്തിൽ വ്യക്തമായി പറയുന്നു. സങ്കീർത്തനം 22-ാം അധ്യായം പഠിക്കുമ്പോൾ എന്റെ ദൈവമേ അവനെ കൈവിട്ടതെന്ന്, അവന്റെ കൈകൾ കാണികൾ അടിക്കപ്പെട്ടതും തന്റെ വസ്ത്രത്തെ ചീപ്പിട്ടതും ഒക്കെ ആ
ആ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു. അവൻ യേശുക്രിസ്തുവിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവിൽ സങ്കീർത്തനക്കാരൻ പ്രവചനാത്മാവിൽ പ്രവചിച്ച ഭാഗമാണ് 22-ാം സങ്കീർത്തനം. അന്ന് എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുമ്പോൾ ആ പ്രവചനം വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ കേട്ടുകൊണ്ടിരുന്ന ജനം ദൈവത്തെ എന്താണ്, ഭ്രാന്താണോ, എന്താണ് പറയുന്നത്, അവന്റെ വസ്ത്രം ചീറ്റിട്ടെടുക്കും, അവന്റെ കൈകളെ തുറച്ചു കയറും എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ കേട്ടപ്പോൾ പലർക്കും തമാശ പോലെ അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരനുഭവം പോലെ ചിന്തിച്ചത് കാണും, ചിന്തിച്ചിരിക്കും. കാലങ്ങൾ കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ ജനനവും തുടർന്നുണ്ടായ 30-ാമത്തെ വയസ്സ് മുതൽ പരസ്യ ശുശ്രൂഷയും 33-ാം വയസ്സിൽ ആ പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് എത്തുവാനിടയാകിയ യേശു അവയെ തന്റെ കൈകളിൽ ആടികളിച്ച് ഉൾക്കൈകളിൽ വെച്ച് താൻ ധരിച്ചിരുന്ന വസ്ത്രത്തെ ചീട്ടിട്ടെടുത്ത ചരിത്രങ്ങൾ തന്റെ അനുഭവത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ അതെല്ലാം മാനവരാശിയുടെ രക്ഷയ്ക്കായി, വിടുതലിനായി അത് മാറ്റപ്പെടുകയാണ്. ഇതുപോലെയാണ് യെരമ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ പ്രവചിച്ചുകൊണ്ട് പറയുകയാണ്, അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവരെ കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചുകയോ ചെയ്യാതെ അവർ നിലത്തിൽ വളമായി കിടക്കും. നോക്കുക, അത് പ്രവചനാത്മാവിൽ യെരമ്യാ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ പ്രവചന ദൂത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി പഠിപ്പിച്ചപ്പോൾ പലരും അത് വായിച്ചു കണ്ടപ്പോൾ ഇത് സംഭവിക്കുന്ന കാര്യമാണോ, ഇതൊന്ന് യാഥാർത്ഥ്യമാണോ, ഇതെല്ലാം പഴങ്കഥകളാണ്, ഇതൊക്കെ ആളുടെ തമാശകളാണ്, ആൾക്കാരെ പറ്റിക്കുന്നതാണ് എന്ന് പലരും പ്രസ്താവിച്ചത് ആമെ പ്രസംഗങ്ങളുടെ കളിയാക്കിയവരും ആമെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് 2700 വർഷങ്ങൾക്ക് മുമ്പാണ് യെരമ്യാ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തിയിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടെ കാണുന്നത് അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. നോക്കുക, മാരകമായ പകർച്ച വ്യാധികൾ കൊണ്ട് ആയിരക്കണക്കിന് ജനം മരിച്ചു വീഴുകയാണ്. അത് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ വേദനിക്കുന്നു. നമ്മെ പോലെ സമസ്വഭാവിയായ നമ്മെ സമചിത്തതയുള്ള നമ്മെ പോലുള്ള അനേകർ നിരപരാധികളെ പോലും ആരും അറിയാത്ത, ആർക്കും കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ശക്തിയായി ഈ രോഗാത്മാവ് കയറി വന്ന് തന്റെ ശ്വാസത്തെ തകർത്ത് കളയുമ്പോൾ അവരെ ജീവനെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അനേകർ മരിച്ചു വീഴുന്നു. കൊടിയ വ്യാധികളാൽ അവർ മരിക്കും. ആരും അവരെ കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ. നമുക്ക് അങ്ങനെ മരിക്കുന്നവരെ കുറിച്ച് വിലപിക്കാനോ അവരെ പിടിച്ചിടുവാനോ ആരുമില്ലാത്ത സാഹചര്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അനേകം മരിച്ചു വീഴുമ്പോൾ ആ ശവത്തെ എടുത്തുകൊണ്ട് കുടിച്ചിടുവാൻ ബന്ധുക്കളോ ചാർച്ചക്കാരില്ലാതെ നാടുകൾ കിടന്നത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അവരെ കുടിച്ചിടുകയോ അവരെ കുറിച്ച് വിലപിക്കാനോ ആരും കാണുകയില്ല. ഇല്ല എന്ന് പ്രവാചകൻ എഴുതി വെച്ചത് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവരെ കുടിച്ചുകയോ ചെയ്യാതെ അവർ നിലത്തിന് വളമായി കിടക്കും. വാളാലും ക്ഷാമത്താലും അവർ ഒടിഞ്ഞു പോകും. ഇവിടെ പറഞ്ഞിരിക്കുന്നു, വാളാലും ക്ഷാമത്താലും. ഇതേ അവസ്ഥകളിലൂടെ ലോകം കടന്നു പോവുകയാണെങ്കിൽ വളരെ ക്ഷാമത്താൽ ജനം ഒടിഞ്ഞു പോകും. ക്ഷാമത, ആഹാരത്തിന് വഴിയില്ലാതെ, നിവർത്തിയില്ലാതെ
അവരും മുടിഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് ഇവിടെ ബൈബിളിൽ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഇത് ഒരു കൂട്ടർ വ്യാധികൾ ധരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ജീവനോടിന് ക്ഷാമത്താൽ അതിൽ മുടിഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകും എന്ന് പ്രവാചകൻ അവൻ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അവൻ എന്ന് കാണുവാൻ കഴിയുന്നു. അവൻ ഇവിടെ വന്നിരിക്കുന്നു. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായി തീരും. അപ്പൊ അവരുടെ ശവങ്ങൾ, ഈ മരിച്ചു പോകുന്ന വ്യക്തിയുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇരയായി ആഹാരമായി തീരുമെന്നാണ് അവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് വായിച്ചാല് അവരുടെ ശരീരങ്ങൾ ശവങ്ങൾ നിലത്തിൽ വളവും മൃഗങ്ങൾക്ക് ആഹാരം പക്ഷികൾക്ക് ആഹാരമായി തീരും എന്ന് വ്യക്തമാക്കുന്നു. അടുത്ത 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ ഇപ്രകാരം വീണ്ടും അരുളി ചെയ്യുക. നോക്കണം, യഹോവയായ ദൈവം പ്രവാചകനിൽ കൂടെ വീണ്ടും വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത്, നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത്, വിലപിപ്പാൻ പോകരുത്, അവരോട് സഹതാപം കാണിക്കരുത്. ഞാൻ എന്റെ സമാധാനവും കരുണയും ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ പറയുന്നത് ദുഃഖഭവനത്തിൽ ചെല്ലരുത്, വിലപിപ്പാൻ പോകരുത്, അവരോട് സഹതാപം കാണിക്കുകയും അരുത്. ഞാൻ എന്റെ സമാധാനത്തെയും കരുണ അവരിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ന് യഥാർത്ഥ ഒരു രോഗം വന്നാൽ, രോഗമെന്ന് മനുഷ്യൻ മരിച്ചാൽ പോലും ആ വീട്ടിൽ പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ല. അവരെ വേർക്കപ്പെട്ട ബന്ധുക്കൾക്ക് മാത്രം അവരെ കാണുവാൻ കഴിയത്തുള്ളൂ. സാധാരണ രോഗം ബാധിച്ച് മരിക്കുന്ന വ്യക്തിയുടെ മരണവീട്ടിൽ പോലും പോകരുത്, ചെല്ലരുത്, അനുദമിക്കരുത്, വിലപിക്കരുത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ബന്ധുക്കളോ പലരും സുഹൃത്തുക്കളോ ഒക്കെ ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ രോഗം ബാധിച്ച് മരണപ്പെട്ടു പോയിരിക്കാം. അതേ വാക്യസഹജമായ ബലഹീനതയിൽ ലോകത്ത് മാറ്റപ്പെട്ടിരിക്കുക. ഇന്ന് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ആ വീട്ടിൽ മരണവീട്ടിൽ പോലും ചെന്നെത്താൻ കഴിയാതെ എത്രയോ പേർ അവരവരുടെ ഭവനങ്ങളിലോ കഴിഞ്ഞുകൂടുമ്പോൾ അവിടെ ദുഃഖമെങ്കിൽ ചെന്ന് വിലപിക്കാൻ പോലും കഴിയാതെ പോകുന്ന ഒരു വലിയ അനുഭവമാണ് ഇത്. അവൻ പ്രവാചകൻ അന്നേ എഴുതി വെച്ച ഒരു സംഭവമാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പെട്ടെന്ന് ജനിച്ചു വന്ന ഒന്നല്ല. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് പോലെ പെട്ടെന്നുണ്ടായ ഒരു സംഭവ വികാസമല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പേ അതിൽ പ്രവാചകനിൽ കൂടെ എഴുതി വെച്ച ഒരു അനുഭവമാണ്, അതിൽ പ്രവചനമാണ്. ആ പ്രവചനം നിവർത്തിയായേ മതിയാവും. കർത്താവായ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞൊരു വാക്കാണ്, എല്ലാം നിവർത്തിയായി. അവൻ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് 7 മൊഴികളിൽ അവസാനമായി പറഞ്ഞ 2 വാക്കാണ്, എല്ലാം നിവർത്തിയായി. എന്റെ പ്രാണനെ ദൈവമേ നിന്റെ തൃക്കരങ്ങളിൽ പിതാവേ ഏൽപ്പിക്കുകയാണ് എന്ന് യേശു പറയുകയുണ്ടായി. പ്രവചനത്തിന്റെ നിവർത്തീകരണം സംഭവിക്കാതിരിക്കുകയില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യം വന്നു? യഹോവയായ ദൈവത്തിന്റെ സമാധാനവും കരുണയും ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ സമാധാനം
കരുണയും നാം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്ഥിതി ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നമ്മളെല്ലാവരും അഹങ്കരിക്കുന്നവരാണ്. സമ്പത്ത് കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, ആരോഗ്യം കൊണ്ടോ, കഴിവുകൊണ്ടോ, മിടുക്കുകൾ കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രബലമായ കഴിവുകൾ കൊണ്ട് നമ്മൾ പലപ്പോഴും അഹങ്കരിച്ചു പോകാറുണ്ട്. കാരണം ഇതെല്ലാം സംഭവിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞവരായാലും ആരായാലും അവരറിയാതെ ഒരു സംരക്ഷണ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ കാണുവാൻ കഴിയുന്നത് ഞാൻ എന്റെ സമാധാനവും കരുണയും ഈ ജനത്തിന് നീക്കിക്കളഞ്ഞോ എന്ന് യഹോവ അരുളി ചെയ്യുക. അവൻ ദൈവത്തിന്റെ ദൈവീയ സമാധാനവും ദൈവത്തിന്റെ കരുണയും കൂടെ ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ഒരു മനുഷ്യനായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാനവരാശിയ മനുഷ്യനാണ് മതത്തിന്റെ പേരും ജാതിയുടെ പേരും പറഞ്ഞ് വിഘടിപ്പിക്കുന്നതും വിദ്യാഭ്യാസത്തെ ഉയർത്തിപ്പിടിക്കുന്നതും ധനത്തിന്റെ പേര് പറഞ്ഞ് വേർതിരിവ് കാണിക്കുന്നതും എന്നാൽ ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുകയാണ്. ഭാഷ വ്യത്യാസമില്ലാതെ, രാജ്യങ്ങളുടെ വ്യത്യാസമില്ലാതെ, സംസ്ഥാനങ്ങളുടെ വ്യത്യാസമില്ലാതെ, ചെറിയനോ വലിയനോ എന്നില്ലാതെ എല്ലാവരുടെ പേരും ദൈവിക സമാധാനവും ദൈവത്തിന്റെ കരുണയും ഉള്ളത് കൊണ്ടാണ് ഇതുവരെയും രാജ്യത്തിൽ ഒരു വലിയൊരു ബാലൻസ് ആയി കാണപ്പെടുവാനിടയായത്. ഈ ഭാഗം വായിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ സമാധാനം കരുണയും ദൈവം ജനത്തിന് എടുത്തു കളഞ്ഞാൽ അവരുടെ ജീവിതം നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള അനുഭവങ്ങൾക്ക് കാരണമായി തീർന്നു എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത്. അടുത്തതായി വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. വേഗം വായിച്ചാട്ടെ. മരിച്ചവരെ കുറിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ആരും വിലാപത്തിങ്കൽ അവർക്ക് അപ്പം കൊടുക്കുകയില്ല. അപ്പനെ ചൊല്ലിയോ അമ്മയെ ചൊല്ലിയോ ആരും അവർക്ക് ആശ്വാസത്തിന് പാനപാത്രം കുടിപ്പാൻ കൊടുക്കുകയുമില്ല. അപ്പനായാലും അമ്മയായാലും മരണാവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസം, അവരുടെ പേര് ആശ്വാസം പറയാനോ പാനപാത്രം കുടിപ്പാനോ കൊടുക്കുകയുമില്ല എന്ന് നമ്മളെ കാണുവാൻ കഴിയും. അത് പിതാവായാലും മാതാവായാലും അവര് മരിച്ചാൽ പോലും ചെല്ലുവാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇന്ന് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പത്രങ്ങളിലും വാർത്തകളിലൂടെയും കേട്ടത് ഇങ്ങനെയാണ്. സ്വന്തം പിതാവിന്റെ മരണത്തിൽ അതിന്റെ അന്ത്യശുശ്രൂഷ സ്വന്തം മക്കൾക്ക് കഴിയാത്ത അവസ്ഥ, വന്നു ചേരുവാൻ കഴിയാത്ത അവസ്ഥ. ഒന്നുകിൽ അവർ മറ്റൊരു സംസ്ഥാനത്തിൽ ജോലിയുടെ ബന്ധത്തിലായിരിക്കാം, അവർ മറ്റൊരു രാജ്യത്തിൽ ജോലിയുടെ ബന്ധത്തിലായിരിക്കാം. യാഥാർത്ഥമായി സാധാരണ രോഗം ബാധിച്ച് മരിച്ചിട്ടും അവർക്ക് വന്ന് അതിൽ ദുഃഖത്തിൽ പങ്കാളിയാകാനോ ആശ്വസിപ്പിക്കാനോ ഒന്നിനും കഴിയാത്ത ഒരവസ്ഥ. അപ്പനായാലും അമ്മയായാലും കഴിയുകയില്ല എന്ന് അന്ന് പ്രവാചകൻ എഴുതി വെക്കുകയുണ്ടായി എന്ന് ഇവിടെ കാണുന്നുണ്ടോ. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്ന വായിച്ചാട്ടെ. അവരോട് കൂടെ ഇരുന്ന് ഭക്ഷിപ്പാനും പാൻ ചെയ്യുവാനും നീ വിരുന്ന് വീട്ടിലേക്ക് പോകരുത്. സ്തോത്രം. നോക്കണമേ, ഒരു വിരുന്ന് വീട്ടിൽ പോലും ഇന്ന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് വന്നിരിക്കുകയാണ്. അത് ഇരുന്നിന് പോകാനോ ബന്ധുക്കളെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാനോ വിരുന്നുണ്ണുവാനോ കഴിയാത്ത ഒരവസ്ഥ വരുമെന്ന് അന്ന് പ്രവാചകൻ എഴുതി വെച്ചത് ഇന്ന് ആ അനുഭവങ്ങളല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ കാണുകയും ഞാൻ നിങ്ങളുടെ നാളുകളിൽ ആനന്ദഘോഷവും സന്തോഷ ധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയും. നോക്കുക, മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഒക്കെ
സന്തോഷത്തിന്റെ ധ്വനി ഒന്നും ആമേ ഈ ദേശത്ത് നിന്ന് നീക്കിക്കളയും. ഒരു സന്തോഷത്തിന്റെ ധ്വനി ഇപ്പൊ എത്ര നാളായ ഒരു സന്തോഷത്തിന്റെ ധ്വനി, ഒരു വിവാഹം, നല്ലൊരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയുന്ന കഴിയാതെ പോയിട്ട് എത്ര നാളുകളായി പല വിവാഹങ്ങളും മണവാളനെ മണവാട്ടിയെ കൂട്ടി മണവാളന്റെ ധ്വനി ശബ്ദം, മണവാട്ടിയുടെ ശബ്ദം കേൾക്കാൻ കൊതിച്ചിരുന്ന പ്രിയപ്പെട്ടവർക്ക് അത് കേൾക്കാൻ പോലും കഴിയാതെ അതിനെ മാറ്റപ്പെട്ടു. ഇന്ന് വരെ കഴിയുന്നത് ഒരു സ്വരവുമില്ലാതെ, ഒരു താളമില്ലാതെ, ഒരു പാട്ടില്ലാതെ, ഒരു മേളങ്ങളില്ലാതെ അതെല്ലാം അസ്തമിച്ചു പോയ ഒരു അനുഭവത്തിലൂടെയുള്ള പല വിവാഹങ്ങളും ഇന്ന് നടക്കുക. നമുക്കറിയാം, ഓൺലൈൻ വിവാഹം, വീഡിയോ കോൺഫറൻസിലൂടെയുള്ള വിവാഹങ്ങൾ, ഇങ്ങനെ പല വിധത്തിലായി അവരെ സ്വരം കേൾക്കാൻ, അവരെ ധ്വനി കേൾക്കാൻ കഴിയാത്ത ഒരവസ്ഥ അതെല്ലാം നീക്കിക്കളഞ്ഞു. ആരാ? നമ്മുടെ ആരുമല്ല, ഇത് ദൈവം നീക്കിക്കളഞ്ഞു എന്ന് പ്രവാചകനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വായിച്ചാട്ടെ 10-ാം വാക്യം. ഈ ജനത്തോട് അറിയിക്കുമ്പോഴും 10-ാം വാക്യം. ഈ ജനത്തോട് അറിയിക്കുമ്പോഴും യഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർത്ഥമൊക്കെ കൽപ്പിച്ചത് എന്ത്? ഞങ്ങളുടെ അകൃത്യം എന്ത്? ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾ ചെയ്ത പാപം എന്ത് എന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോഴും നീ അവരോട് പറയേണ്ടത് എന്നാൽ, നോക്കുക, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ ചെയ്ത അകൃത്യമെന്ന്, ഞങ്ങൾ ചെയ്ത പാപമെന്ന് എന്ന ഒരു ചോദ്യം ഉയർന്നു വരും. എന്നെല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് സംഭവിക്കാനുള്ള കാരണമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള കാര്യമുണ്ട്. ഒരു നല്ലൊരു വിവാഹത്തിന് പോകാനോ, ഒരു ഫംഗ്ഷൻ വെക്കാനോ, ഒരു ഉത്സവങ്ങൾ വെക്കാനോ, പെരുന്നാളുകൾ വെക്കാനോ ഒന്നിനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ഇത് സംഭവിക്കാനുള്ള കാര്യമുണ്ട്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് സംഭവിക്കാനുള്ള കാര്യമുണ്ട്. ഞങ്ങളുടെ അനർത്ഥങ്ങളാണോ, ഞങ്ങളുടെ പാപങ്ങളാണോ, ഞങ്ങളുടെ അഹങ്കാരങ്ങളാണോ, ഞങ്ങളുടെ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണോ എന്ന ചില ചോദ്യങ്ങൾ ഉരുവിടുമ്പോൾ, കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണമേ, 11-ാം വാക്യത്തിൽ ദൈവത്തിന്റെ മറുപടി കാണുവാൻ കഴിയും. ഇതിലേക്ക് പിന്നിൽ എന്തുകൊണ്ടാകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഗ്രഹിക്കേണ്ടതുണ്ട്. 11-ാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാല്, നീ അവരോട് പറയേണ്ടത് എന്താണ്? നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ച് അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിച്ച് നമസ്കരിക്കുകയും. അപ്പൊ ഒന്ന്, ഇതൊക്കെ സംഭവിക്കുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു? നമ്മൾ ചോദിക്കും, വലിയ 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 പെരുന്നാളുകൾ, വലിയ വലിയ ഉത്സവങ്ങൾ, ഘോഷയാത്രകൾ, അതിന് വിവാഹങ്ങൾ, അതിന് മറ്റും ഇപ്പൊ നടക്കുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യമായി ഒരു സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിൽ പോകാൻ കഴിയുന്നില്ല, ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യമാണോ? ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കാൻ കാര്യമുണ്ട് എന്ന് ആരെങ്കിലും ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വയം ശബ്ദം ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ പറയുന്നത് നമ്മൾ തന്നെ ഓരോരുത്തരും ചോദിക്കണം. അല്ലയോ കർത്താവേ, ദൈവമേ, അയ്യോ കർത്താവ് ദൈവമേ, ഇതിന് കാരണമെന്ത്? ലോകത്തിൽ സംഭവിക്കാൻ കാരണമെന്ത്? അത് എന്റെ ഗുണമാണോ, എന്റെ പാപമാണോ, എന്റെ അകറ്റമാണോ, എന്റെ അഹങ്കാരമാണോ എന്ന് നാം ചോദിച്ചു പോയാൽ യഹോവയായ ദൈവം പറയുകയാണ്, നിന്റെ ചോദ്യത്തിൽ ഒരു മറുപടിയുണ്ട്. ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിന് ഉത്തരമുണ്ട്. നാം ഓരോരുത്തരും അതിൽ കേൾക്കുമ്പോൾ ഈ ചോദ്യത്തിന് നിങ്ങൾ ചോദിക്കുക, ദൈവമേ, ഒരു വിരുന്ന് വീട്ടിൽ പോകാൻ കഴിയാത്തത്, ഒരു മകളുടെ വീട്ടിൽ പോകാൻ കഴിയാത്തത്, ഒരു വിരുന്നിന്, ഒരു ഉത്സവത്തിന്
ഒരു ആഘോഷത്തിന് പോകാൻ കഴിയാതിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ യഹോവയായ ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു മറുപടിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ചു, അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. കാരണമുണ്ട്, നീ ജീവനുള്ള ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ ഹല്ലേലൂയ നിങ്ങൾ ത്യജിച്ചു, ഉപേക്ഷിച്ചു. നാമല്ല, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് തുടങ്ങിയ വിഷയങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ, ഇത്രത്തോളം എടുത്തുള്ള ദൈവത്തെ നീ ത്യജിച്ചു, ദൈവത്തെ മറന്നു. നിങ്ങൾ അന്യദേവന്മാരെ അവരെ കൂടി ചേർന്ന് അവരെ സേവിക്കുകയും നമസ്കരിക്കുവാൻ തുടങ്ങി. അടുത്ത് പറഞ്ഞിരിക്കുന്നു, എന്നെ ഉപേക്ഷിച്ച് എന്റെ ന്യായപ്രമാണങ്ങളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടു. എന്നെ ഉപേക്ഷിച്ച് എന്റെ ന്യായപ്രമാണത്തെ അവൻ അനുസരിച്ച് നടക്കാതിരിക്കുകയും ചെയ്തു. അപ്പൊ ഇന്ന് പലരും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാതെ നടക്കുക. പലരും പറയും അതിന്റെ ആവശ്യമുണ്ടോ, അത്രയും വിശുദ്ധി വേണോ, അത്രയും മാതൃക വേണോ? ഹല്ലേലൂയ. എല്ലാവർക്കും അനുഗ്രഹവും ഉയർച്ചകൾ മാത്രം മതി, ഒരു സൗഖ്യം മാത്രം മതി, ന്യായപ്രമാണം വേണ്ട. നോക്കുക, ഉപദേശങ്ങൾ വേണ്ട, ദൈവത്തിന്റെ കൽപ്പനകൾ വേണ്ട, ദൈവത്തിന്റെ ന്യായങ്ങൾ, നീതി വേണ്ട. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ, നന്മകൾ, സൗഖ്യവും വിടുതലും മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മെ ദൈവം അറിയുക, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഇതിനെല്ലാം കാരണം. എവിടെയെങ്കിലും നോക്കുക, ഉപദേശം പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല, ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്താൽ വേണ്ട, വചനം പ്രസംഗിച്ചാൽ ഇഷ്ടപ്പെടത്തില്ല. അവരെ പറയുന്നത് വന്ന ഉടനെ അനുഗ്രഹം, വന്ന ഉടനെ വിടുതൽ, വന്ന ഉടനെ സൗഖ്യം. അങ്ങനെ ഇത് എവിടെ ലഭിക്കുന്നു അവിടെ തേടി ഓടുന്ന ആമേ അനുഭവത്തിലേക്ക് വന്നു. ഇവിടെ കണ്ടാൽ പറയുകയാണ്, എന്നെ ഉപേക്ഷിച്ച് എന്റെ ന്യായപ്രമാണത്തെ ആമേ അനുസരിക്കാത്തവണമായതുകൊണ്ട് തന്നെ എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് നമുക്ക് എന്ത് പറയുന്നു? നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികമാണ് ഇന്നത്തെ തലമുറ ചെയ്തിരിക്കുന്നു എന്ന് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറകൾ ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നു എന്ന് ആമേ പ്രവാചകൻ അതിനെ പ്രവചിച്ചു പറഞ്ഞിരിക്കുക. നിങ്ങൾ നോക്കുക, നമ്മുടെ നാടുകളിൽ പീഡനം വർദ്ധിച്ചില്ലേ, കൊലപാതകം വർദ്ധിച്ചില്ലേ, കാശിക്ക് ലാറി കൊല്ലാൻ ഇറങ്ങിത്തിരിക്കത്തില്ലേ, ഇത്രയും അവൻ സാക്ഷരത നാട്ടിൽ, സംസ്കാരം വർദ്ധിച്ച നാട്ടിൽ പോലും പഴക്കുടിയിലേക്ക് കടന്നിരുന്നു. ഇന്റർനെറ്റ് വഴി പാപത്തിൽ വീഴുന്നു, കൊല ചെയ്യുന്നു, സ്കൂളിൽ കൂടെ ക്ലാസ്സിലിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വാക്കുതർക്കങ്ങളിലൂടെ അവരെ തലക്കടിച്ച് കൊല്ലുന്നു. അവരെ 13-15 വയസ്സായ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു. ലോകത്ത് നടക്കുന്ന നാശങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ, വലിയ ഭൂതനിരപരാധികളെ ക്രൂശിക്കുന്നു, അവരെ കൊല്ലുന്നു, അവരെ തകർക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വന്നു. ബൈബിൾ പറയൂ, നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വ്യാധികൾ നമ്മളെ ധരിച്ചിരിക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾ ഓരോരുത്തരും എന്റെ വാക്ക് കേൾക്കാതെ താന്താങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യം അനുസരിച്ച് നടക്കുന്നു. ഇത് നമ്മൾ നോക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ശാഠ്യമനുസരിച്ച് നടക്കുക. മാതാപിതാക്കൾ മതം കേൾക്കത്തില്ല, മക്കൾ ഇങ്ങോട്ട് പോകുന്നവരെ അങ്ങോട്ട് പോകും, അപ്പനെയും അമ്മയും ബഹുമാനമില്ല, മാതാപിതാക്കളെ വഴക്കുണ്ടാക്കൂ, മാതാപിതാക്കളെ അടിക്കുന്ന തലമുറകൾ, മാതാപിതാക്കളെ
കർത്താവേ, നമ്മുടെ പിതാക്കന്മാർ ചെയ്ത തെറ്റുകളെ ക്ഷമിക്കണമേ. അതിനേക്കാൾ അധികം ഞങ്ങളുടെ തലമുറകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനേക പാപങ്ങൾ ചെയ്തു, ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു, നാമെ ഉപദേശങ്ങളെ ഉപേക്ഷിച്ചു, ശാസ്ത്രങ്ങളെ നാമെ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. നമ്മൾ തന്നെ ഇഷ്ടക്കാരായി നാമെ തന്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതോളം ശാഠ്യങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് ശാഠ്യ സ്വഭാവമുള്ളവരായി മാറിയതുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആകെ വന്നുകൊടുന്ന ആകെ കഷ്ടതകൾ, ആകെ ശാപങ്ങൾ, മഹാമാരികൾ ഞങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് സംഭവിച്ചതിനും നമ്മെ പ്രവാചകൻ പറഞ്ഞത് നമ്മെ ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളെ നമുക്ക് കണ്ടുണരാം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടിരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓരോരുത്തരെയും ദൈവം കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയുടെ മുഖത്തേക്ക് നോക്കി നമ്മൾ അപേക്ഷിച്ചാൽ ദേശത്ത് സൗഖ്യം തരും, ദേശത്തെ വിടിയിക്കാമെന്ന് ആമേൻ ദൈവം നമ്മൾ പറഞ്ഞതാണ്. ദൈവം വാക്കുവാദ ദൈവമല്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥന കർത്താവേ, അന്ന് പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ ആമേൻ പ്രവചനാത്മാവിൽ എഴുതി വെച്ചത് നമ്മൾ പലപ്പോഴും നിസ്സാരം പോലെ കണക്കാക്കി അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് ചിന്തിച്ചു. ആമേൻ. എന്നാൽ ഇന്നെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ, ആത്മാവിൽ വിളിച്ചു പറഞ്ഞതുപോലെ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണങ്ങൾ അതിൽ വിശദീകരിച്ചിരിക്കുന്നു. ആ കാരണങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, നമ്മുടെ മുമ്പിൽ ഞങ്ങൾ ചെയ്തു. ഒരു ബഹുമാനം കൊടുക്കത്തില്ല, ആദരവ് കൊടുക്കത്തില്ല, താഴ്മ ധരിക്കത്തില്ല, അവൻ ശാസ്ത്രം ഉൾക്കൊള്ളത്തില്ല, ഉപദേശങ്ങൾക്ക് അനുസരിച്ച് നടക്കത്തില്ല. ഇതെല്ലാം കുറവുകളാണ്. കർത്താവേ, മാതാപിതാക്കൾ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുവാൻ, നിന്നെപ്പോലെ നിന്നെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങൾ സ്വസ്നേഹികളാകുവാനല്ല, ലോകത്തിലുള്ളവരെല്ലാവരെ സ്നേഹിക്കുവാൻ, ജാതിമത ഭേദമില്ലാതെ സ്നേഹിക്കുവാൻ, ഭാഷകൾ വ്യത്യാസമില്ലാതെ സ്നേഹിക്കുവാൻ, എല്ലാവരും യഹോവയുടെ സഹോദരങ്ങളാണെന്ന് ബോധ്യമുള്ളവരായി തീരുവാൻ ഞങ്ങൾക്ക് നല്ലൊരു ഹൃദയം തരണമേ, ഒരു വിശാല ഹൃദയം തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. ദൈവമേ, അങ്ങയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കാതെ അതിനനുസരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കൊരു പഴയവരായി, ബൈബിൾ വായിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി, ബൈബിളിലുള്ളത് അനുസരിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചാട്ടെ. ഹല്ലേലൂയ. ഉടമന ഹംദലാദികൾക്കല റീബല ഹംദലേ ഹസ്കരാദികൾക്കലേ റൂബാല ഹംദോ സബ്ദേ ഹമനകടസ്യ. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ വിളിച്ചുവെച്ചു ഇത് മുൻകാലത്തിൽ കേൾപ്പിച്ച സന്ദേശത്തിനായി അവരുടെ കഥാവിക്ക് മുമ്പ് 740 വർഷങ്ങൾ മുമ്പ് കർത്താവേ, അങ്ങ് പ്രവാചകനിലൂടെ നീ വിളിച്ചു പറഞ്ഞ അതേ സംഭവങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് കാരണമെന്തെന്ന് അവൈതനങ്ങളിലൂടെ ഞങ്ങൾ ഓർമ്മിപ്പിച്ചുവല്ലോ. നാഥ, ഞങ്ങളെ തന്നെ കണ്ടുവരുവാൻ, ഞങ്ങളുടെ ഗീതങ്ങൾ കണ്ടുവരുവാൻ, ഞങ്ങളുടെ ഒരു മനുഷ്യനായി തീരുവാൻ, യഹോവയുടെ സഹോദരങ്ങളായി തീരുവാൻ, സ്വസ്നേഹികളായിട്ടല്ല അവരെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, അയൽക്കാരെ സ്നേഹിക്കുവാൻ, സമൂഹത്തെ സ്നേഹിക്കുവാൻ നല്ല ഹൃദയം ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, പിതാക്കന്മാരുടെ അറിവില്ലായ്മയുടെ കാലത്തുള്ള തെറ്റുകളെ ക്ഷമിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തതിന്റെ പാപം, അതിന്റെ ശാപം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നാഥ, അതൊക്കെ ക്ഷമിച്ച് ഞങ്ങളെ തന്നെ കുറവുകളെ കണ്ടെത്തി ഞങ്ങളെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ന്യായപ്രമാണങ്ങളെ അനുസരിച്ച് അങ്ങയുടെ ഉപദേശങ്ങളെ ചട്ടങ്ങളെ അനുസരിച്ച് ഞങ്ങളുടെ ആസ്ഥാനപ്പെടുവാൻ ദൈവമേ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. ഞങ്ങളെ ഗ്രഹിക്കണം. പാപം മൂലം മരണം മനുഷ്യൻ മരണത്തിരിക്കുമെന്ന് പാപത്തിൽ ശബ്ദം മരണമത്രയെന്ന് തിരുവചനങ്ങളെ പഠിപ്പിക്കുമ്പോൾ പാപത്തെ അഴിച്ച്, പാപത്തിന് വിഷമുള്ളവരെ അഴിച്ച് ഞങ്ങളെ രക്ഷിപ്പാൻ അവിടുന്ന് മുൾക്കിരീടം വെച്ചവരെ, ആളുകൾ അണിയിക്കപ്പെട്ടവരെ, ഞങ്ങളുടെ പാപത്തിന് വിഷമുള്ളവരെ പിടിതെടുക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി കൈകാലികളിൽ ആളുകളെ കേട്ട് അവരെ തലയിൽ മുൾക്കിരീടം ചുമന്നവരെ, ഞങ്ങളുടെ പാപത്തിന് വിഷമുള്ള പിടിതെടുത്ത കർത്താവേ, അങ്ങനെ ഞങ്ങൾ ആശ്രയിക്കുന്നു.
പിതാവോട് അങ്ങനെ ചിന്തിക്കാൻ രോഗികളായി കഴിയുന്നു, മനഭാരത്തോട് കഴിയും, ദാരിദ്ര്യത്തിൽ അനുഭവിക്കുന്നവർ, ക്ഷാമത്തോടെ കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഒപ്പം വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തവരെ, ദാഹിക്കുന്നവർക്ക് ദാഹത്തിന് കൊടുത്ത കർത്താവേ അവരുടെ അവസ്ഥകൾ നീ അറിയുന്നല്ലോ. ദൈവമേ, അനേകമാപ്പെട്ട ദൈവദാസന്മാർ ദാസിമാർ കുടുംബങ്ങൾ വേദനയോടെ കഴിയുന്നത് നാഥ, ദൈവങ്ങൾ ദുഃഖത്തോടെ കരുതുന്നത് നാഥ, അവർക്ക് വേണ്ടി ഞാൻ ഗുണങ്ങൾ ചെയ്യണം. എല്ലാവരെ കാക്കൽ കൂടി മോഷിപ്പിച്ച സ്തുതിയ നാഥ, നിന്റെ കരുവുകൾ വേണ്ടി അവർക്ക് വേണ്ടി അയക്കണമേ. അവരുടെ നിലവിളികൾ നീ കേൾക്കണമേ, അവരെ കണ്ണുനീർ കാണണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ. അടിപ്പടലുകളാൽ ഞാൻ നിനക്ക് സൗഖ്യം വരുത്തി എന്ന് അനുവദിച്ചെന്ന ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അവരുടെ ക്ലേശങ്ങൾ മാറും, ദാരിദ്ര്യങ്ങൾ മാറും, ശാപങ്ങൾ മാറും, വ്യാധികൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. കർത്താവേ, നീ അവർക്ക് മാറിനെ ഒഴിവാക്കി എത്തിച്ചാൽ അത് സംഭവിക്കും. കർത്താവേ, കാറ്റിനോട് നിൽക്കാനും കടലിനോട് നിൽക്കാതെ ശാന്തമാകുന്നു പറഞ്ഞ സ്വാട്ടിൽ കാറ്റിൽ നിന്നും കടൽ ശാന്തമായതുപോലെ കർത്താവേ എല്ലാ പ്രതികൂലങ്ങളെയും അവിടുന്ന് കൽപ്പിക്കണമേ. നീ അവിടുന്ന് കൽപ്പിക്കണമേ, സ്വാഭാവികതയിൽ കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇരുളിന്റെ രേഖകളും അഴിയപ്പെടട്ടെ, എല്ലാ അന്ധകാര ശക്തികളും ഭയപ്പെടട്ടെ. കർത്താവിന്റെ വലിയ കൃപ അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം, അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വിദേശങ്ങളിൽ ദൂരങ്ങളിലേക്ക് ഞങ്ങൾ പ്രിയപ്പെട്ടവർ കർത്താവെ അവിടുത്തെ കരങ്ങൾ തരണം. വേദനയോട് കഴിയുന്നവരെ എല്ലാവരെയും അവിടെ നാം കാണുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, നീതി സൂര്യനായ ദൈവം രോഗവും ശാന്തിയോട് ഒന്നിച്ചു വരുമെന്ന് മലാഖി പ്രവാചകൻ 4-ാമത്തെ പറയുന്നത് പോലെ നീതി സൂര്യനായ ദൈവം അവർക്ക് വേണ്ടി കർത്താവേ രോഗവും ശാന്തിയോട് നീ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്ത് ഉദിച്ചു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളുടെ ഭരണകർത്താക്കന്മാർ, മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഓഫീസർമാർ, മാധ്യമപ്രവർത്തകർ, സന്നദ്ധ സേവകർ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ സ്നേഹവും കരുതലും അവരുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും കൈമാറണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജില്ലക്കാർ, ഞങ്ങളുടെ സംസ്ഥാനത്തിനായി, നമ്മുടെ രാജ്യത്തിനായി, രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ധാരാളമായി അവിടെ എല്ലാം നീ പറയണമേ. രോഗങ്ങൾ അധികം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയുടെ ആധിക്യം അവിടെ വെളിപ്പെടണമേ, നിന്റെ കരുതയുടെ ശക്തി അവിടെ വെളിപ്പെടണമേ. അനേക വേദനയോടെ എന്റെ ആഹാരം പോലും ലഭിക്കാതെ വേദനകളെ കഴിയുമ്പോൾ എന്റെ ദൈവമേ, അവരെ നീ വിടുവിക്കുമപ്പാ, അവരെ നീ വിടുവിക്കണമേ, അവരെ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ കൊണ്ടിരിക്കണമേ യേശുവേ, അവരെ നീ സൗഖ്യം കൊടുക്കണമേ. അവിടുത്തെ ഭക്ഷണത്തിന് പോലും കഴിയാം അവരെ മഹാമാരിയുടെ ഭയത്തോടെ പുറത്തിറങ്ങാൻ വേദനയോടെ കഴിയും. അവരെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവശക്തി വ്യാപരിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ നീ അറിഞ്ഞ് വിടുതലും അവരെ അനുഗ്രഹങ്ങൾ കൈമാറണമേ. അവരെ കണ്ണിലെ കണ്ണീർ തുടങ്ങണമേ, അവരെ ഹൃദയത്തിൽ ദുഃഖങ്ങൾ മാറ്റണമേ. ഹല്ലേലൂയ. അവരെ ഏത് ആവശ്യത്തോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തിൽ നിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കണമേ, അത്ഭുതങ്ങളെ അയക്കണമേ, അത്ഭുതങ്ങൾ നീ അവരെ അയക്കണമേ. അവരുടെ ഭാരം മാറിപ്പോകണേ, അവരുടെ ദുഃഖങ്ങൾ മാറിപ്പോകണേ,
അങ്ങനെ ചെയ്തതിനായി സകലരെയും നീ അനുഗ്രഹിക്കണമേ, നീ ബലപ്പെടുത്തണമേ, ആശ്വസിക്കണമേ, കരുതണമേ. എല്ലാവരുടെ മേൽ ദൈവ സാന്നിധ്യം മറയിച്ചകട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവ് രക്ഷാവും യേശു ക്രിസ്തുവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിച്ചുവരുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നമ്മുടെ കഥാലോട് മക്കളോട് പ്രാർത്ഥിച്ച സാന്നിധ്യം ഭൂമിയിലെ വിശുദ്ധന്മാർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതയാത്രയോട് ഇപ്പോഴും അതേ കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കാണുക. ദൈവം നമ്മെ എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ.